all, this is Cock. Nellikampoil, Night Riders. Director Naufal Abdullah. He is basically an editor. ഈ സിനിമയും എഡിറ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. പല സിനിമകൾ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രാഫി നോക്കിയാൽ മനസ്സിലാവും. മലയാളത്തിലെ പല പ്രമുഖ സിനിമകളും എഡിറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ഈ സിനിമ കണ്ടപ്പോഴൊരു കാര്യം മനസ്സിലായി, എനിക്ക് എഡിറ്റിങ്ങിൽ മാത്രമല്ലടാ പിടി, ഡയറക്ഷനിലും ഉണ്ടോ. അതായത് നല്ല വൃത്തിക്ക് പുള്ളിക്ക് പരിപാടി അറിയാം, പണിയല്ല, ഡയറക്ഷൻ അറിയാം. അത് സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. റൈറ്റേഴ്സ് 2 പേരുണ്ട്, ജ്യോതിഷം ആൻഡ് സോനു രവി. ഇതിൻ്റെ സ്ക്രിപ്റ്റ് നോക്കുന്ന സമയത്ത് ഇത് ഈ സിനിമയ്ക്ക് നമ്മുടെ ധ്യാനിൻ്റെ ഡിറ്റക്റ്റീവ് ഉജ്വലനായിട്ട് ക്ലോസ് റെസംബ്ലൻസ് ഉണ്ട്. ഇതിൻ്റെ സ്റ്റോറി പാറ്റേണും ഇതിൻ്റെ ഒരു സിനാരിയും സെറ്റിങ്ങും ദ ബേസിക് പ്ലോട്ട് ഇറ്റ് സെൽഫ് ഭയങ്കര സാമ്യമുണ്ട്. പക്ഷേ രണ്ട് പടമാണല്ലോ. അപ്പോൾ പറഞ്ഞു വന്നത് ഈ സിനിമ ടുവേർഡ്സ് ക്ലൈമാക്സ് കുറച്ച് ലോ ആയിട്ടുണ്ട്, റൈറ്റിങ്ങിൽ ലോ ആയിട്ടുണ്ട്. പല ക്യാരക്ടേഴ്സിന് കൊടുത്തിരിക്കുന്ന ആ ഒരു ബിൽഡപ്പും അതിൻ്റെ ആർക്കും പരിപാടികളൊക്കെ അവസാനമാകുമ്പോഴത്തേക്ക് കുറച്ച് വീക്കാവുന്നുണ്ട്. ജാക്സൺ ഗ്രേ പെരേര ആൻഡ് നെഹാസ് നായർ ഇവരാണ് ഇതിൻ്റെ മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത്. പല പാട്ടുകളും നൈസാണ്. എസ്പെഷ്യലി ഇതിൽ തന്നെ റാപ്പുണ്ട്, നമ്മുടെ ഗബ്രിയുടെ റാപ്പുണ്ട്, നാരങ്ങാപ്പാൽ പാടിയ പുള്ളി. അതുപോലെ തന്നെ വേടൻ്റെ ക്ലൈമാക്സിൽ ഒരു കിടിലം പാട്ടുണ്ട്, വേടൻ എഴുതിയിരിക്കുന്നത് ഒരു പാട്ടുണ്ട്. പിന്നെ അല്ലാതെ തന്നെ പിന്നെ വിനായക് ശശികുമാറൊക്കെ ചേർന്നിട്ടാണ് എഴുതിയിരിക്കുന്നത് ലിറിക്സ്. പാട്ടുകൾ എല്ലാം തന്നെ നല്ലതാണ്. പിന്നെ സ്കോർ ഓൾസോ. DOP അഭിലാഷ് ശങ്കർ നല്ല വർക്കാണ്. എസ്പെഷ്യലി നൈറ്റ് സീൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിൽ ഭയങ്കരമായിട്ട് നമ്മളെ ടെമ്പറമെൻ്റിലെ ഒരു ഭീകരത, സ്കെയറി ആയിട്ടുള്ള ജംസ്കെയർ സീനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് അങ്ങനെ പല സീൻസും, അതായത് സിനിമാറ്റിക് ആയിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അല്ലാതെ വെറുതെ ഒരു ഗ്രാമപ്രദേശം കാണിച്ച് കുറേ കഥാപാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വടക്ക് നടക്കില്ല. പല സീൻസിലും അതായത് ആ ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് ഓൾസോ. പിന്നെ സൗണ്ട് വിക്കിയാണ് പിന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. MR രാജാകൃഷ്ണൻ പറയേണ്ട ആവശ്യമില്ല. പിന്നെ മിക്സ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഇമ്പാക്റ്റ് ശരിക്കും അറ്റ്മോസ്ഫിയർ, അതായത് ഈ വിഷ്വൽസിനൊപ്പം ഈ കട്ട്സിനൊപ്പം പല സീൻസും. ഒരു ഫാൻറ്റസി, ഒരു മിസ്റ്ററി ത്രില്ലർ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. ആ ജോൺറേനോട് നീതി പുലർത്താൻ വേണ്ടിയിട്ട് എല്ലാ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സിനും സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കോസ്റ്റ്യൂംസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് LVJ ആണ്. പുള്ളിയുടെ പരിപാടി അറിയാലോ. ഇതിൽ മാത്യുവിൻ്റെ ഒക്കെ കോസ്റ്റ്യൂം അടിപൊളിയാണ്. പിന്നെ ഇത് 2000 ആ കാലഘട്ടം. അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ കറക്റ്റ് ആ പീരീഡിൻ്റെ കറക്റ്റ് കോസ്റ്റ്യൂംസ് എല്ലാവരിലും ഫോളോ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇതിൽ കുതിരക്കാരൻ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു മിസ്റ്ററി പാർട്ട് എന്ന് പറയുന്നത്. ആ കുതിരക്കാരൻ്റെ കോസ്റ്റ്യൂം എൻ്റെ പൊന്നെ കണ്ടാൽ തന്നെ പേടിയാവും. ഇദ്ദേഹം മറ്റേ മിന്നൽ മുരളി മുതൽ ഇപ്പം ലോക വരെ ചെയ്തിട്ടുള്ള ആളാണ്. പുള്ളി കറക്റ്റ് പരിപാടി അറിയാം. ആ കോസ്റ്റ്യൂമിൽ തന്നെ സെറ്റാണ്. ശരിക്കും പേടിയും. ഇത് ഒരു അതിർത്തി ഗ്രാമമാണ് ഈ പറയുന്ന നെല്ലിക്കാംപോയിൽ. അപ്പോൾ അവിടെ നടക്കുന്ന അതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് സിനാരിയോ എന്ന് പറയുന്നത്. അവിടെ തന്നെയുള്ള പല ഈ മിത്തിക്കലായിട്ടുള്ള ഈ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. നാട്ടുകാരുടെ വിശ്വാസങ്ങൾ, തിറ, കോഴി, തെയ്യം, മാടൻ, മറുത, പോക്കുവരവ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ. അപ്പം അങ്ങനെ ഒരു സംഭവം സൃഷ്ടിച്ചെടുത്തിട്ടാണ് ഈ സിനിമയുടെ ഈ ഒരു വേൾഡ് മുന്നോട്ട് പോകുന്നത്. സിനിമയിലെ നായകൻ നമ്മുടെ മാത്യൂസ്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ശ്യാമൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത് പിന്നെ മാത്യു വലുതായി മീൻസ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കാണാം. പണ്ട് നമ്മൾ കണ്ട കുറേ ഓഞ്ഞ ചെക്കന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇപ്പോഴും നോക്കുന്ന സമയത്ത് അവർ വലുതായിട്ടുണ്ടാവും. അവരുടെ ക്യാരക്ടർ, ആറ്റിറ്റ്യൂഡ്, ഓവർ അപ്പിയറൻസ്, അവരുടെ മൊത്തത്തിൽ മാറി അവരൊരു പുരുഷൻ, ഒരാളായിട്ടുണ്ടാവും. അപ്പം അങ്ങനെ മാത്യു വലുതായി എന്നാണ് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് മാത്യുവിനെ ഈ സിനിമയ്ക്കകത്ത് കണ്ടപ്പോഴുണ്ടായിട്ടുള്ള എൻ്റെ ഒരു ഇമ്പ്രഷൻ എന്ന് പറയുന്നത്. പിന്നെ ആ ക്യാരക്ടർ മാത്യു പിടിച്ചു ചെയ്തിട്ടുണ്ട്. അത് ഒരു സീനിലും കണ്ട മാത്യു ടിപ്പിക്കൽ മാത്യു ആയിട്ട് ഓവറായിട്ടുള്ളൂ. അതായത് നായികയുടെ പുറകെ ഇങ്ങനെ ഇങ്ങനെ പേര് വിളിക്കുന്ന പരിപാടി ഉണ്ടല്ലോ മാത്യുവിൻ്റെ. അത് ഒറ്റ സീനിലെ മാത്യു പുറത്തെടുത്തുള്ളൂ. ബാക്കി പിന്നെ മാത്യു പേടിയുള്ളതും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. കുറച്ച് കൺട്രോൾഡായിട്ടാണ് മാത്യു ഇതിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. നായിക മീനാക്ഷി ഉണ്ണികൃഷ്ണൻ അവർ നന്നായി ചെയ്തിട്ടുണ്ട്. അവരുടെ ക്യാരക്ടർ അങ്ങനെ ഒരു നാട്ടിൻപുറത്തുള്ള ഒരു സാധാ ക്യാരക്ടറാണ്. അപ്പോൾ ഇവരുടെ കോമ്പിനേഷനും പരിപാടിയും പിന്നെ മൊത്തത്തിൽ അവർ ആ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ റോഷൻ ഷാനവാസ്, നമ്മുടെ ആവേശത്തിലെ ശാന്തൻ, പുള്ളി മീശയൊക്കെ വെച്ചിട്ട് ആ ഒരു മീറ്റർ പിടിച്ചിട്ട് പുള്ളിക്ക് ഈസിയാണ്. പുള്ളിയുടെ ടൈപ്പ് ഓഫ് ക്യാരക്ടർ ടൈലർ മെയ്ഡ് സാധനമാണ്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ശരത് സഭ, പുള്ളി ഇങ്ങനെ കയറി വരുവാണല്ലോ പല സിനിമകളിലും കൂടെ. ശരത് സഭ ചിലപ്പോൾ പല സീൻസ് കണ്ടപ്പോൾ എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലൊക്കെ ഞാൻ വിചാരിച്ച് ശരത് സഭയാണ് നായകൻ. കാരണം മാത്യുവിന് അങ്ങ് സൈഡായി പോയി. അത് ആ റൈറ്റിങ്ങിൽ കൂടെ ഉള്ളതുകൊണ്ടാണ് ശരത് സഭയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ശരത് സഭ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അബൂ സലീം, പുള്ളിയുടെ ഒരു എക്സ് മിലിറ്ററി
പുള്ളിയും ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട്. റോണി ഡേവിഡ് രാജ് പുള്ളി അടിപൊളി കേട്ടോ. പുള്ളി ഫിറ്റായിട്ടൊക്കെ അഭിനയിക്കുന്നത് പണ്ട് കണ്ടിട്ടുള്ള അദ്ദേഹമല്ല. അക്കാ നാടനൊരു കുട്ടിയെ ഒരു പിരിവിട്ട ഒരു ലൂസ് മനുഷ്യൻ അടിപൊളിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ സംക്രാന്തി ഉണ്ട്, സനിധിൻ്റെ മോനുണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ പടം ഫസ്റ്റ് ഹാഫിൽ നല്ല ഉഷാറാ മീൻസ് പിന്നെ നല്ല സിനിമാറ്റിക് പരിപാടി, അടിപൊളി വിഷ്വൽസ്, സൗണ്ട്, നല്ല സ്കോറ്, നല്ല പെർഫോമൻസസ്, നല്ല രസം. പെട്ടെന്ന് പടയെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ഡയറക്ടറിനെയാണ് എഡിറ്ററും. പിന്നെ ഇതിൽ ഫ്ലാഷ് ബാക്ക് ഒക്കെ ഉണ്ട് മാത്യൂസിൻ്റെ കുട്ടിക്കാലൊക്കെ. അവിടെ മെറിൻ ഫിലിപ്പൊക്കെ വരുന്നത്. മെറിൻ ഫിലിപ്പിൻ്റെ ഒരു ഭയങ്കര ഒരു ചോറ് എന്ന് പറഞ്ഞു, ചോറ് ഇങ്ങനെ ഒരേ ചോറ് എന്ന് പറഞ്ഞ് പുറകെ നടക്കും. ചോതി ഭീകരത. അത് നമ്മൾ ഭയങ്കര പേടിക്കാൻ പോയിട്ട് കാണുന്ന സിനിമയിലേക്കാളും ഇതിൽ പേടി. സംഭവം കോമഡി പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ഈ ഭീകര സാധനം വരുമ്പം ഭയങ്കര ഭീകരത. അത് ഒരു വശത്ത് ഈ ചോറ് ഉരുട്ടി മെറിൻ ഫിലിപ്പിൻ്റെ ക്യാരക്ടറും, പിന്നെ കുതിരക്കാരൻ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കുതിരക്കാരൻ തന്നെ. സിനിമയുടെ പിരീഡ് 2000 ആ ഒരു സമയത്ത് മൊത്തം ഈ ആർട്ടും പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്തിരിക്കും മൊത്തം. പിന്നെ ഇവിടെ കോസ്റ്റ്യൂംസ് ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഇവരുടെ സ്ലാങ്, വേ ഓഫ് ടോക്കിംഗ്, ഡിക്ഷനൊക്കെ കണ്ടംപററി ഇപ്പോഴത്തെ നമ്മൾ ഉപയോഗിക്കുന്ന പരിപാടിയാണ്. അതായത് കാലഘട്ടം അത് ആ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. പിന്നെ കലമാന എന്ന് പറഞ്ഞിട്ടുള്ള സോങ്ങൊക്കെ ഉണ്ട്. അതൊരു ടിപ്പിക്കൽ ഒരു തമിഴ് സോങ്ങിൻ്റെ സെറ്റപ്പിൽ, അത് ഇപ്പോഴും നമ്മുടെ സിനിമയായിട്ട് കേട്ടിട്ടുണ്ട്. തമിഴ് സോങ്ങിൻ്റെ സെറ്റപ്പിലുള്ളൊരു പാട്ടാണ്, രസമുണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടൊരു സിനിമ. ഫസ്റ്റ് ഹാഫ് നല്ല അടിപൊളിയായിട്ട് കണ്ടുകൊണ്ടൊരു സിനിമ. സെക്കൻഡ് ഹാഫിൽ പിന്നെയും കുറേ സീൻസ് ഈ കുതിരക്കാരനും ഇങ്ങനെയൊക്കെ റിപ്പീറ്റ് ചെയ്ത് വന്ന് പിന്നെ ഒരു സമയം എത്തിക്കഴിഞ്ഞപ്പോഴത് പടം ഡൗണായി. അത് റൈറ്റിങ്ങിൽ പറ്റിയൊരു പ്രശ്നമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ആ ടെമ്പറമെൻ്റ് നിലനിർത്തുന്നതിൽ പരാജയപ്പെട്ട്. ഒരു മൊമെൻറ്റം വേണ്ടേ സിനിമയ്ക്ക് അവസാനം ക്ലൈമാക്സിൽ ആ ഒരു മൊമെൻറ്റം വന്നിട്ട് അങ്ങനെ ഒരു പീക്കിലേക്ക് എത്തണ്ടേ. ഇതിനിടയ്ക്ക് ഇതിലെ കഥാപാത്രങ്ങൾ എന്നെ എക്സ്പോസ് ചെയ്ത് കളഞ്ഞു. ഒരു നോട്ടീസൊക്കെ ഒട്ടിക്കുന്ന ഒരു പരിപാടി ഉണ്ട്, ഒരു മോണ്ടൻ നോട്ടീസ് പോലത്തെ പരിപാടിയൊക്കെ. അതിൽ സ്ഥിര സിനിമ ആളുകൾക്ക് ഇത് ആരാണ് ഈ കഥാപാത്രം ചെയ്തിരിക്കുന്നതെന്നും ഒക്കെ കറക്റ്റ് മനസ്സിലാവും. അതോടുകൂടി അത് എക്സ്പോസ്ഡ് ആയതോടുകൂടി അതിൻ്റെ ഒരു ബലൂൺ കാറ്റൊഴിച്ച പോലെ ആയിപ്പോയി. അതാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം പിന്നെ എക്സ്പോസ്ഡ് ആയതിനു ശേഷം ആരും ഒരു മിസ്റ്ററി, ആ ത്രില്ലിങ് എലിമെൻ്റ് അങ്ങ് പോയി. വിഷ്ണു അഗസ്ത്യൊക്കെ വരുന്നുണ്ട്. പുള്ളിയൊക്കെ ഒരു കോമഡി പീസ് കഥാപാത്രം, ഒരു ഗുഡ് ഫോർ നത്തിങ് കഥാപാത്രം. അങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു പൊളിറ്റിക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അവസാനമാകുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും പല ഈ മിത്തോളജിക്കലായിട്ടുള്ള, അതുപോലെ തന്നെ പല സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള അന്ധവിശ്വാസങ്ങളും, പല ആൾക്കാർ അത് കണ്ടു ഇത് കണ്ടു എന്നൊക്കെ പറയും. ഇതൊക്കെ അങ്ങനത്തെ കുറേ, അതാണല്ലോ ഇതിൻ്റെ മിസ്റ്ററി എന്ന് പറയുന്നത്. അങ്ങനത്തെ ഉണ്ടെങ്കിലും ഇരുട്ടിനോടുള്ള പേടി. അപ്പോൾ അവിടെയാണ് വേടൻ തന്നെ എഴുതിയാണ് ആ ഒരു പാട്ട് റിലവൻ്റായി വരുന്നത്. ഇരുട്ടിന് എന്തിനു പേടിക്കണം എന്നുള്ള സാധനം വെച്ചുള്ള പാട്ടൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഇത് ആയിട്ട് അവസാനിപ്പിക്കുകയാണ്. പക്ഷേ എനിക്ക് അവസാനം തട്ടിക്കൂട്ട് അവസാനമായിട്ടാവും. അത് ഒരു ടിപ്പിക്കൽ അബു സലീമിൻ്റെ ക്യാരക്ടറൊക്കെ വന്നിട്ടുള്ള. അപ്പോൾ ആ ക്യാരക്ടർ അത്രയും അങ്ങനെയുള്ള ക്യാരക്ടറിൻ്റെ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടാണ് ലാസ്റ്റ് ക്യാരക്ടർ റിയാക്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഭയങ്കര ഇടിവ് വന്നിട്ടുണ്ട് അവസാനമായപ്പോഴേക്കും. എന്നിരുന്നാൽ കൂടെ ഈ സിനിമ ഓവറോൾ നോക്കുന്ന സമയത്ത് തിയേറ്ററിൽ നല്ലൊരു വാച്ചായിരുന്നു. അതായത് നല്ല ഒരു സിനിമ കാണുന്ന ആ ഒരു സുഖം കിട്ടിയിട്ടുള്ള ഒരു സിനിമ. തെങ്ങിൻ്റെ മണ്ടിക്ക് അവസാനം ഓ ഇപ്പോൾ സ്ഥിരം ഇതാണല്ലോ, കാന്താര ഇറങ്ങിയ ശേഷം ഇതാണ് തെങ്ങിൻ്റെ മണ്ടയിൽ കാന്താര.